ഇനി N+ ആരൻ ഒരു വെല്ലുവിളിയല്ല. ആപ്പിൾ ആരൻ കൂടിയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. എവിടെയെങ്കിലുമൊക്കെ പോകണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത് സഞ്ചാരം കണ്ടുകൊണ്ടാണ്. യാത്ര എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. പക്ഷേ ആ പാഷൻ ഞാൻ എൻ്റെ ഒരു സംരംഭം കൂടിയാക്കി മാറ്റി. 2004 ഡിജിറ്റൽ കണ്ടന്റ് തുടങ്ങിയ പ്രസ്ഥാനം ലേബർ അങ്കിൾ പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കുട്ടികൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് അന്ന് CD-കളിലായിരുന്നു ഇതേ കണ്ടന്റ്. 10-15 വർഷം മുമ്പായിരുന്നത്. ഓരോ വെല്ലുവിളികളും പ്രതിസന്ധികളെയും അതിജീവിച്ച ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പണി അറിയാമെങ്കിൽ നിങ്ങളെ ആരും തോൽപ്പിക്കുകയില്ല. പണി അറിയാം. ചിലർ ഗൾഫിൽ കാശ് ഉണ്ടാക്കിയ കാശുമായിട്ട് ഇവിടെ വന്ന് ചായക്കട തുടങ്ങും. പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആ പണി അറിയില്ല, അതിന്റെ മർമ്മം അറിയില്ല. എന്നാൽ തൊട്ടപ്പുറം വേറൊരുത്തൻ അതേപോലെ ചായക്കട നടത്തി ഏറ്റവും മിനിമം സ്റ്റാഫിനെ വെച്ച് എങ്ങനെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാമെന്ന് അവനറിയാം. 9 to 5 ജോലി ചെയ്യുകയും 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്നത് ഒരു സാധാരണക്കാരൻ്റെ ചിട്ടയാണ്. നിങ്ങൾ ഉറങ്ങിയ സമയത്ത് ഞാൻ ഉണർന്നിരുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി ഇവിടെ വന്നത്. മനസ്സിലായില്ലേ? എല്ലാ ദിവസവും ടെൻഷനുള്ള ജോലിക്കാരുണ്ട്. ഇപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു മാസം എത്ര സിനിമകൾ വരെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പ്രേം നസീർ പകൽ മുഴുവൻ ഒരു കമ്പനിക്ക് കോൾ ഷീറ്റ് കൊടുത്തിട്ട് രാത്രി വേറൊരു കമ്പനിക്ക് കോൾ ഷീറ്റ് കൊടുത്ത് അഭിനയിച്ച കഥകൾ എത്രയോ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ സഞ്ചാരം കാണുന്ന ഒച്ച കേൾക്കുന്ന ആളല്ല യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് എന്നുള്ളത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അറിയാം. ഇതിന്റെ സ്ഥിരമായ പ്രേക്ഷകരുണ്ട്. അവർക്ക് ഇപ്പോഴും പരിചിതമായിരിക്കുന്നതും ഇഷ്ടവും അനീഷിന്റെ ആ ശബ്ദത്തിനെ തുടരുന്നതാണ്. അനീഷ് വന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2.5-3 മണിക്കൂർ നേരത്തെ ജോലിയാണ് ഒരു എപ്പിസോഡിന് വോയിസ് ഓവർ കൊടുക്കുക. എൻ്റെ പൂർവികർ കുറേ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ മാസവും എനിക്ക് ഒരു വലിയൊരു തുക വീതം എനിക്ക് തരും. നിങ്ങൾ പോകൂ, യാത്ര ചെയ്യൂ, ആഘോഷിക്കൂ. ഇങ്ങനെയായിരുന്നു അന്നത്തെ രീതി. ഇത് സത്യമാണോ? വീണയെ നേരിട്ട് കണ്ടിട്ടാണോ ഇത്രയും നാൾ ആളുകൾ വീണയുടെ അഭിമുഖങ്ങൾ കേട്ടതൊക്കെ? അല്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ അഭിമുഖേ കാണണമെന്നില്ല. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. യാത്ര ചെയ്തില്ലെങ്കിൽ പോലും യാത്ര ചെയ്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് ഞാനടക്കമുള്ള ഒരുപാട് മലയാളികളെ യാത്രകൾ കാണിച്ച് രാജ്യങ്ങൾ കാണിച്ച് സന്തോഷിപ്പിച്ച സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. സത്യമായിട്ട് പറയുമായിരുന്നു, അതായത് ഞാനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളല്ലായിരുന്നിട്ട് പോലും എവിടെയെങ്കിലുമൊക്കെ പോകണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത് സഞ്ചാരം കണ്ടുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു ആദ്യത്തെ വസ്തുത എന്ന് പറയുന്നത്, ഈ യാത്രയ്ക്കപ്പുറത്തേക്ക്, ഇത്തരം കാര്യങ്ങൾക്കപ്പുറത്തേക്ക് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യൻ സത്യത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? യാത്രയ്ക്കപ്പുറം ഞാൻ പലതാണ്. മനസ്സിലായില്ലേ? യാത്ര എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. പക്ഷേ ആ പാഷൻ ഞാൻ എൻ്റെ ഒരു സംരംഭം കൂടിയാക്കി മാറ്റി. സഞ്ചാരം എന്ന് പറയുന്ന പരിപാടി ആദ്യം ഒരു സംരംഭമായി മാറി. പിന്നീട് സഞ്ചാരത്തിൽ നിന്ന് സഫാരി എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലുണ്ടായി. അതോടൊപ്പം തന്നെ ഞാൻ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണം നടത്തുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു സംരംഭകനാണ്. അപ്പോൾ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക, യാത്രയെ ആഘോഷമാക്കുക, യാത്രയുടെ അനുഭവങ്ങൾ ആസ്വദിക്കുക, അതല്ല സത്യത്തിൽ എൻ്റെ ഒരു പ്രയോറിറ്റി. ആ യാത്ര മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അതൊരു സംരംഭമാകുന്നത്, അല്ലേ? നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുമ്പോൾ ഒരു സംരംഭമല്ല. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിളമ്പി കൊടുത്ത് അതിന് പൈസ മേടിക്കുമ്പോഴാണ് അത് സംരംഭമാകുന്നത്. അതിനാണ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ ഈ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴുള്ള എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു, അതായത് നമ്മൾ ഈ സഞ്ചാരം കാണുന്ന ഒച്ച കേൾക്കുന്ന ആളല്ല യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് എന്നുള്ളത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അറിയാം. ഈ ആൾ എന്തായിരിക്കും, ഈ ആളുടെ ശബ്ദം തന്നെ ഇതിന് കൊടുക്കാതിരുന്നത് എന്ന എല്ലാ കാലത്തും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷം സാർ ഇങ്ങനെ സ്ക്രീനുകളിലേക്കൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതാണ് ഇതിന്റെ പുറകിലുള്ള ആള് എന്ന് കണ്ടത്. സത്യത്തിൽ എന്തുകൊണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ അത് ചെയ്യാമെന്ന് തോന്നാതിരുന്നത്? ഈ സ്വന്തം ശബ്ദത്തിൽ പരിപാടികൾ വന്നു തുടങ്ങിയത് എന്നാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഈ വ്ളോഗുകളൊക്കെ തുടങ്ങിയപ്പോഴാണ്. അതിനു മുമ്പുള്ള ഡോക്യുമെന്ററികൾ കാണുന്ന ശീലം പൊതുവെ ആളുകൾക്കില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കാണാൻ വഴിയില്ല. അപ്പോൾ ഈ ഡോക്യുമെന്ററികൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. വോയിസ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ഇൻഡസ്ട്രിയിൽ. എന്താണ് അവരുടെ ജോലി? അപ്പോൾ വോയിസ് ആർട്ടിസ്റ്റുകളുടെ ഇത്തരം പരിപാടികൾക്ക് ശബ്ദം കൊടുക്കലാണ് അവരുടെ ജോലി. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടാണ്. ഈ വ്ളോഗ് എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഒരു ക്യാമറയും പിടിച്ചു പോയി അവനവന്റെ ശബ്ദത്തിൽ അപ്പം തന്നെ കാര്യം പറയുന്നതല്ല ഡോക്യുമെന്ററി സ്വഭാവം. ഡോക്യുമെന്ററി ഷുഡ് ബി എ റിസർച്ച്ഡ് വൺ. അത് ഡെപ്ത് ഉള്ളതായിരിക്കണം, അത് ആധികാരികമായിരിക്കണം. അപ്പോൾ അതിന്
പണ്ട് മുതലുള്ളൊരു സിസ്റ്റം ഇപ്പോഴും ഡോക്യുമെൻ്ററികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഡോക്യുമെൻ്ററികൾക്ക് ശബ്ദം കൊടുക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററീസ് ആണെങ്കിലും മറ്റ് ഭാഷകളുടെ ഡോക്യുമെൻ്ററീസ് ആണെങ്കിലും ആ ഷൂട്ട് ചെയ്യുന്ന ആൾ തന്നെ അവിടെ ഇരുന്ന് കാഷ്വലായിട്ട് അങ്ങ് പറയലല്ല. അത് വ്ളോഗുകളുടെയും ഒരു ലൈറ്റർ വേർഷൻ പരിപാടികളുടെയും സ്വഭാവം. അത് സീരിയസ് വേർഷനുള്ള പരിപാടികൾക്കൊക്കെ ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആയിരിക്കും ശബ്ദം കൊടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഏത് ഡോക്യുമെന്ററി എടുത്താലും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സാറിന് ഇനി ഇതിന് ഞാൻ സ്വന്തമായിട്ട് ശബ്ദം കൊടുത്തു തുടങ്ങിയാലോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച് ട്രാവലോഗുകളും ട്രാവൽ ഡോക്യുമെന്ററികളിലും മാറ്റം വരുന്നു. അപ്പൊ ഈ മാറ്റത്തിനനുസരിച്ച് സഞ്ചാരത്തിലും മാറ്റം വന്നാൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാവൽ ചെയ്യുന്ന ഇപ്പൊ എന്റെ ശബ്ദം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം സഞ്ചാരിയുടെ എയർ കുറിപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു പരിപാടി ഞാൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് അറിയാം. തന്നെയല്ല സഞ്ചാരത്തിന്റെ ശബ്ദം മനീഷിന്റെ ശബ്ദമാണെന്നും ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം എൻ്റെ സ്വന്തം ശബ്ദത്തിലോ സ്വാഭാവികമായ ശബ്ദത്തിലോ സഞ്ചാരം ഇപ്പോഴത്തെ കാലത്ത് വരണമെന്നാണെങ്കിൽ കൂടി ഇതിന്റെ സ്ഥിരമായ പ്രേക്ഷകരുണ്ട്. ഈ തുടങ്ങിയ കാലം മുതലുള്ള അവർക്ക് ഇപ്പോഴും പരിചിതമായിരിക്കുന്നതും ഇഷ്ടവും അനീഷിന്റെ ആ ശബ്ദത്തിൽ തന്നെ തുടരുന്നതാണ്. തന്നെയല്ല എനിക്കും കുറച്ച് പണി എളുപ്പമുണ്ട്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം കൂടെ എനിക്ക് സേവ് ചെയ്യാം. അനീഷ് വന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു 2.5-3 മണിക്കൂർ നേരത്തെ ജോലിയാണ് ഒരു എപ്പിസോഡിന് വോയിസ് ഓവർ കൊടുക്കുക. അത് കുറെ സ്ട്രെയിൻ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാത്തിനെ കുറിച്ചും നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ ഒക്കെ വീട്ടുകാർ കുറെ ഉണ്ടാക്കിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, അതൊക്കെ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാമല്ലോ, സുഖിച്ച് നടക്കാമല്ലോ എന്ന്. ഈ ചോദ്യം സാർ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ? നമുക്ക് ജോലി ചെയ്യണ്ടേ, നിങ്ങളുടെ ബിസിനസ് നോക്കണ്ടേ, ഈ പരിപാടിയായിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ എന്ന്. അപ്പൊ അതിനെന്തായിരുന്നു മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്? അല്ല, അതിന്റെ മറുപടി ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, എന്റെ പൂർവികര് കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ബാങ്കിൽ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഓരോ മാസവും എനിക്ക് ഒരു വലിയൊരു തുക വീതം എനിക്ക് തരും. മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ പോകൂ, യാത്ര ചെയ്യൂ, ആഘോഷിക്കൂ, തിരിച്ചു വരുന്നു. അങ്ങനെ എല്ലാ മാസവും 3-4 ലക്ഷം വീതം എനിക്ക് എടുത്തു തരും. ഞാനങ്ങ് പോകും, തിരിച്ചു വരും. ഇങ്ങനെയായിരുന്നു അന്നത്തെ രീതി. ഇത് സത്യമാണോ അതോ തള്ളി പറിക്കുന്നതാണോ? അല്ല, ഇങ്ങനെ പറയുമ്പോഴേ ഇത്ര ആധികാരികമായി പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ. ഇപ്പൊ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളത്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞവരോട് ഇതല്ലേ മറുപടി പറയാനുള്ളൂ. അല്ല, സത്യത്തിൽ ഇത്രമാത്രം യാത്ര ചെയ്യാനുള്ള ഒരു സാമ്പത്തിക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ലേബർ ഇന്ത്യയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളോ ആയിരുന്നോ? എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചും വിറ്റും പിന്നെ കോളേജ് മാഗസിനുകളുടെ പ്രിന്റിംഗ് കോൺട്രാക്ട് എടുത്തും ഒക്കെ കിട്ടിയ പൈസ കൊണ്ട് അന്ന് 6000 രൂപയ്ക്ക് 5000 രൂപയ്ക്കൊക്കെയാണ് ഞാൻ 6500 രൂപയ്ക്കാണ് എൻ്റെ ആദ്യത്തെ നേപ്പാൾ യാത്ര തുടങ്ങുന്നത്. അപ്പം അങ്ങനെ. പക്ഷെ അന്ന് 6500 വലിയ എമൗണ്ട് അല്ലേ? അതെ, അതാ പറഞ്ഞ 6500 രൂപ ഞാൻ അന്ന് കോളേജ് മാഗസിനുകളുടെ കോൺട്രാക്ട് എടുക്കുക, എൻ്റെതായ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുക. പിന്നെ തികയാതെ വരുമ്പോൾ എൻ്റെ അമ്മ വല്ലപ്പോഴും, അമ്മ അധ്യാപികയായിരുന്നു, ഈ ചിട്ടി പിടിച്ച പൈസയൊക്കെ ആയിട്ട് കുറച്ച് പൈസ വല്ലപ്പോഴും അരഞ്ഞ നിലവിളി ചെല്ലുമ്പോൾ കുറച്ച് പൈസ എടുത്തു തരും. ഭാര്യയുടെ ആഭരണം വിൽക്കും. ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. പിന്നീട് ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരം ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ 12 വർഷവും ഏഷ്യാനെറ്റിൽ നിന്ന് പ്രതിഫലമൊന്നുമില്ല. പക്ഷേ പിന്നീട് സഞ്ചാരത്തിൻ്റെ CD-കൾ വിൽപ്പന ആരംഭിച്ചു. അത് സൂപ്പർ ഹിറ്റായി മാറി. അതാണ് പിന്നെ സഞ്ചാരത്തെ നിലനിർത്തിയത്. സഞ്ചാരം പിന്നെ തുടരാനുള്ള എനിക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പിന്നെ 2, ഈ ലോകയാത്ര സാധാരണ ഒരു മനുഷ്യൻ നടത്തുന്ന പോലെ അല്ല ഞാൻ നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചാരത്തിൽ കാണുന്നത് പോലെയോ ഒന്നുമല്ല. ഇപ്പോൾ വ്ളോഗേഴ്സ് പോയി കഴിഞ്ഞാൽ അവർ ഇപ്പോഴത്തെ രീതി നോക്കി കഴിഞ്ഞാൽ അവർ സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ദിവസം ഒരു എപ്പിസോഡ് ഇടുന്നു. ബാക്കി സമയം അവർ ആഘോഷമായിട്ട് ജീവിതം ആസ്വദിക്കുക ചെയ്യുന്നത്. അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം. ഞാനതല്ല ചെയ്തിരുന്നത് അന്നും ഇന്നും. ഇന്നും ഞാൻ സഞ്ചാരത്തിന് പോകുമ്പോൾ ഞാൻ തനിച്ചാണ് പോകുന്നത്. ഞാൻ പോയാൽ ഒരു ദിവസം 6 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. 6 എപ്പിസോഡോ? അപ്പോൾ ഒരു ദിവസം പുലർച്ചെ തുടങ്ങിയാൽ രാത്രി വരെ ശരാശരി 6 എപ്പിസോഡ്, ചില ദിവസം 7-8 എപ്പിസോഡ് വരെ പോകും നല്ല സ്ഥലങ്ങളാണെങ്കിൽ. ഈ 6 എപ്പിസോഡ് എടുത്തുകൊണ്ട് വന്നാൽ അടുത്ത ഒരു മാസം സംപ്രേഷണം ചെയ്യാൻ ഞാൻ 4-5 ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ മതി. അപ്പം ഒരു മാസം 5 ദിവസമേ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നുള്ളൂ ഈ ഓഫീസിൽ നിന്ന്. ഈ 5 ദിവസം കൊണ്ട് അടുത്ത ഒരു മാസത്തേക്കുള്ളത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വരുന്നത്. അപ്പം നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, രക്തം വേർപ്പാക്കിയിട്ടാണ് ഈ സാധനം എല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ തൂർത്തടിക്കാൻ എൻ്റെ കാരണവന്മാരുടെ കയ്യിൽ അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ അവർ പോകില്ലായിരുന്നു. എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. അവരാരെങ്കിലും ഈ പണി ചെയ്യില്ലായിരുന്നോ? അത് ശരിയാണ്, ആർക്കും ചെയ്യാറില്ല. എൻ്റെ അപ്പൻ്റെ സ്വത്തിന് എൻ്റെ സഹോദരൻ എല്ലാവർക്കും അവകാശമല്ലേ. എൻ്റെ അനുജൻ അങ്ങ് പോയനല്ലോ ഈ ഇതുപോലെ കാശ് എടുത്തിട്ട്. ഞാൻ മാത്രം എങ്ങനെയെങ്കിലും സഞ്ചാരിക്കും. അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും? അവർക്കറിയാം ഞാൻ ചെയ്യുന്ന പണി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. അവർ കണ്ടോണ്ടിരിക്കുന്നില്ല ഞാൻ എങ്ങനെ എന്താ ചെയ്യുന്നത്. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും വീട്ടിൽ ചെല്ലുന്നതും 24 മണിക്കൂറും പണിയെടുക്കുന്നതും. ഇങ്ങനെ ഈ ഞങ്ങൾ ഒന്നിച്ചുള്ള ചില യാത്രകളിലും ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന അവർ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ കണ്ടിട്ടുണ്ട്, എൻ്റെ മക്കൾക്കറിയാം. അവരാ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഞാൻ ഷൂട്ടിന് പോകുന്ന കൂടെ ഒരിക്കലും യാത്ര ചെയ്യില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ദുരിതം പിടിച്ചൊരു യാത്ര വേറെ ഇല്ല.
എങ്ങനെയായിരുന്നു സാർ ഈ നമ്മൾ സാർ ഈ യാത്രകളൊക്കെ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ചെറുതാണ്, അവർക്ക് ഇല്ല, അച്ഛൻ്റെ എൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് യാത്ര തുടങ്ങി. ഓ അത് ശരി. അല്ല അതിനുശേഷമാണെങ്കിലും മക്കളൊക്കെ ചെറിയ കുട്ടികൾ, അവർക്ക് അച്ഛൻ്റെ അടുത്തുണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു സമയം. ഇത് ഇതിനകത്തെ കാര്യം എല്ലാ ദിവസവും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മാസത്തിൽ 4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ ഏതാൾക്കാർ ജീവിതത്തിൽ ചെയ്യാത്തത്. അതെ, എല്ലാ മനുഷ്യര്. അല്ലെങ്കിൽ ഫാക്ടറി ജോലിക്കാരനായ ഒരാള് പലപ്പോഴും രാത്രി പല ദിവസങ്ങളും വീട്ടിലുണ്ടാവില്ലല്ലോ, റൊട്ടേഷൻ അനുസരിച്ച്. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പല ആളുകളൊക്കെ കൂടുതൽ ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ചെലവഴിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ മരങ്ങാട്ടുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെയാണ് എൻ്റെ സ്ഥാപനങ്ങളെല്ലാം, ഇവിടെ തന്നെയാണ് എൻ്റെ വീട്, എൻ്റെ വീട്ടിൽ തന്നെയാണ് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം. അപ്പം ഞാൻ രാവിലെ ആയിട്ട് അവിടെ നിന്നാണ് ഞാനിങ്ങ് വരുന്നത്. മാസത്തിൽ 4 ദിവസം ഏതെങ്കിലും ഒരു 4 ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുന്ന പറയുന്നത് ഒട്ടും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമല്ല. അത്രേ ഉള്ളൂ. 4-5 ദിവസം പരമാവധി ഞാൻ മാറി നിൽക്കുന്നത് ഒരു മാസം. ഈ 5 ദിവസം കൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു മാസത്തെ സഞ്ചാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അതെന്റെ മിടുക്ക്. അല്ല, അപ്പൊ ഇങ്ങനെ പല പല ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ബിസിനസ്സുകാരെന്ന് പറയുന്നത് നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ 24 മണിക്കൂർ പോരാ, ഒരു 48 മണിക്കൂർ ആക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു പ്രശ്നം സാറിനും നേരിട്ടുണ്ടോ? മുകേഷ് അംബാനിക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട്? ജിയോ, റിലയൻസിന്റെ എന്തെല്ലാം ഡിവിഷനുകൾ, എത്ര ലക്ഷം എംപ്ലോയീസ്. അയാൾക്കും എനിക്കുള്ള സമയം തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ മാനേജ് ചെയ്യുന്ന ഞാനും. അദ്ദേഹം വേണ്ടല്ലോ എനിക്ക്. മലയാള മനോരമ എന്ന ഗ്രൂപ്പിന് എത്ര സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ കിറ്റക്സിന് എത്ര ഡിവിഷൻസ് ഉണ്ട്, എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ തന്നെയല്ലല്ലോ ഇത് ചെയ്യുന്നത്. എനിക്കൊരു 100-300 സ്റ്റാഫ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ജനറൽ മാനേജേഴ്സ് ഉണ്ട്, വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ആളുകൾ അവരവരുടെ ജോലി ചെയ്യുക. അപ്പൊ പകൽ സമയം, ഇപ്പൊ ഈ സമയം എന്ന് പറയുന്നത് എൻ്റെ ഓഫീസ് ടൈമാ. ഞാൻ എൻ്റെ സഞ്ചാരത്തിനോ സഫാരിക്കോ ഉള്ള സമയമല്ല ഇത്. എൻ്റെ സഞ്ചാര എക്സ്പ്ലോറേഷൻസ് എന്ന് പറയുന്ന ടൂർ കമ്പനിക്കും ലേബർ ഇന്ത്യക്കും സഫാരിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കും വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന സമയമാണ് രാവിലത്തെ, അതായത് പകൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് വല്ലപ്പോഴും ഇതുപോലെ നിങ്ങളെപ്പോലെ വല്ലവരും ഗസ്റ്റുകളായിട്ട് വല്ലവരും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഞാൻ ഫുള്ളി എൻ്റെ ഓഫീസ് മീറ്റിങ്ങുകൾ, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിങ്ങുകൾ, ഇവാലുവേഷൻ, കണക്ക് പരിശോധന, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുടെ ഫോളോ അപ്പ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൻ്റെ ഇവാലുവേഷൻ, ടാർഗറ്റ് അച്ചീവ്മെന്റ്, ഇതിൽ ഏത് സിഇഒയും പോലെ വൈകിട്ട് 6 മണി വരെ ഞാൻ ഫുള്ളി എൻഗേജ്ഡാണ്. അത് കഴിഞ്ഞ് 6 മണിക്ക് ഞാൻ വീട്ടിലൊന്ന് പോകും, ഭക്ഷണം കഴിക്കുക. എൻ്റെ ഉച്ചഭക്ഷണം 6 മണിക്കാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ വൈകിട്ട് പോയി കഴിക്കുള്ളൂ. ഇടയ്ക്ക് 1-2 ചായ കുടിക്കും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ 2 ബിസ്ക്കറ്റും കഴിക്കും. അത് കഴിഞ്ഞ് 6 മണിക്ക് വീട്ടിൽ പോയാൽ ഞാൻ വൈകിട്ട് ഈ പറഞ്ഞ ലഞ്ചും ഡിന്നറും കൂടെ ചേർന്ന സാധനം കഴിക്കും. എന്നിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പിന്നെ 7:30 മുതൽ പുലർച്ചെ ഒരു 3:30 വരെ ആണ് ഞാൻ സഫാരിയുടെ ചുമതലകളിൽ, അതായത് ക്രിയേറ്റീവ് വർക്കുകൾ മുഴുവൻ, സഞ്ചാരത്തിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ വോയിസ് ഓവർ നോക്കൽ, അല്ലെങ്കിൽ മറ്റു പരിപാടികളുടെ വർക്കുകൾ, അല്ലെങ്കിൽ സ്റ്റുഡിയോയിലെ ഷൂട്ടുകൾ, എൻ്റെ ഡയറി കുറിപ്പിൻ്റെ ഷൂട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കൽ, ഇതെല്ലാം രാത്രിയിലാണ്. അപ്പോൾ പുലർച്ചെ ഒരു 3:30-4 മണി വരെയാണ് സഫാരി. ഇങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നതാണ്. നമുക്ക് ഉറങ്ങാൻ എപ്പോഴാണ് സമയം? 3:30-4 മണി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 8:30 വരെ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പൊ 4.5 മണിക്കൂർ മതി ഒരു മനുഷ്യന്? അതൊക്കെ മതി. നമ്മൾ എല്ലാവരും പറഞ്ഞു കേൾക്കാറില്ലേ, മിനിമം ഒരു 7 to 8 hours ഉറങ്ങണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നാൽ നിങ്ങൾ 8 മണിക്കൂർ എന്നുള്ള ചിട്ട പാലിക്കുമോ? പിറ്റേ ദിവസം നിങ്ങളുടെ വീട്ടിലൊരു കല്യാണമാണെങ്കിൽ നിങ്ങൾ കൃത്യം 8 മണിക്കൂർ എന്നുള്ള ചിട്ട പാലിക്കുമോ? പക്ഷെ അതൊക്കെ വൺസിനെ വൈലല്ലേ. അല്ല, ഇത് ഇത്തരത്തിൽ എല്ലാ ദിവസവും ടെൻഷനുള്ള ജോലിക്കാരുണ്ട്. ഇപ്പൊ മോഹൻലാല് അല്ലെങ്കിൽ മമ്മൂട്ടി, തിരക്കുള്ള അവരുടെ സീസണിൽ അവര് ഒരു മാസം എത്ര സിനിമകൾ വരെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പ്രേം നസീർ പകൽ മുഴുവൻ ഒരു കമ്പനിക്ക് കോൾ ഷീറ്റ് കൊടുത്തിട്ട് രാത്രി വേറൊരു കമ്പനിക്ക് കോൾ ഷീറ്റ് കൊടുത്ത് അഭിനയിച്ച കഥകൾ എത്രയോ കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്ന് ഉയരണമെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 9 to 5 ജോലി ചെയ്യുകയും 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്നത് ഒരു സാധാരണക്കാരന്റെ ചിട്ടയാണ്. നിങ്ങൾക്ക് സാധാരണക്കാരനായി അറിയപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ തേടി ഇവിടെ വരില്ലായിരുന്നു. ഇവിടെ വന്നത് ബാക്കി നിങ്ങൾ ഉറങ്ങിയ സമയത്ത് ഞാൻ ഉണർന്നിരുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി ഇവിടെ വന്നത്. സത്യമാണ്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, ഇപ്പൊ എന്നെയൊക്കെ സ്കൂളിലൊക്കെ ത്രൂ ഔട്ട് എൻ്റെ ആ ഇയേഴ്സിൽ സഹായിച്ച ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് ലേബർ ഇന്ത്യയോടാണ്. പക്ഷെ കാലം ഒരുപാട് മാറി, കുട്ടികൾ ഒത്തിരി മാറി. അപ്പം ലേബർ ഇന്ത്യയുടെയൊക്കെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ടോ? അപ്പം അതിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനകൾ സാറിനോട് പോകാറുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഓൺലൈനായും ഡിജിറ്റലായുമുള്ള കണ്ടന്റുകളിലേക്കാണ് ഞങ്ങൾ 2004 ഡിജിറ്റൽ കണ്ടന്റ് തുടങ്ങിയ പ്രസ്ഥാനം ലേബർ ഇന്ത്യ. അങ്കിൾ പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കുട്ടികൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് അന്ന് CD-കളിലായിരുന്നു ഇതേ കണ്ടന്റ്. അന്ന് ഇന്റർനെറ്റ് സ്പീഡൊന്നും ആയിട്ടില്ല. പക്ഷെ അത് അതൊരു വലിയ വിപ്ലവമായിരുന്നു. പക്ഷെ അത് അന്നത്തെ സാഹചര്യത്തിൽ അത് വിജയമായിരുന്നു. കാരണം 10-15 വർഷം മുമ്പായിരുന്നത്. മീൻസ് കാലങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ പല സാധനങ്ങൾക്കും പ്രതിസന്ധി നേരിടും. പക്ഷേ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ഇന്ന് ഉള്ളത് പലതും നമുക്കറിയാം. ബൈജൂസ് തുടങ്ങി, അതിൻ്റെ സ്ഥിതി എന്തായിപ്പോയി നമുക്കറിയാം. അത് മിസ്മാനേജ്മെന്റ്, പല പ്രശ്നങ്ങളും, മറ്റു പല പ്രസ്ഥാനങ്ങളും ആ കൂടെ തുടങ്ങി കോവിഡ് കാലത്ത് ഓൺലൈന്, അതിൻ്റെയും സ്ഥിതി പലതും ഇന്ന് ശോഭനമല്ല. എന്നാൽ
ഇതിൻ്റെ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന പല സ്ഥാപനങ്ങളും സൈലം അല്ലെങ്കിൽ മറ്റ് ബ്രില്യൻ്റ് ഇവരൊക്കെ പോലുള്ളവർ ഈ ഓൺലൈൻ അവരാണ് ഇപ്പോൾ സജീവമായിട്ട് നടത്തുന്നത്. അവർ സജീവമായിട്ട് നടത്തുന്നത് പറയുന്നത് അവർ പല ക്ലാസ്സുകളിലെയും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഈ ഹയർ മീൻസ് എൻട്രൻസിനുള്ളതിനാണ് ഫീസ് വാങ്ങുന്നത്. നമുക്ക് എൻട്രൻസ് പ്രോഡക്റ്റ് ഇല്ല. അപ്പം നമ്മൾ സെയിം പ്രോഡക്റ്റിൽ സെയിം അവരുമായിട്ടൊരു മത്സരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഒരാൾ ഫ്രീ കൊടുക്കുകയും അവിടെ നമ്മൾ അല്ലാതെ കൊടുക്കുകയും ചെയ്യുന്നതിൽ സാധ്യതയില്ല. അപ്പം ഇത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഒന്ന് മച്ചുവേർഡ് ആവും. ഒരു ഫീസിബിളായ ഒരു ഒരു സംവിധാനത്തിലേക്ക് ഇത് വരും. അതുവരെ ഞങ്ങളിങ്ങനെ നിരീക്ഷിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ എല്ലാം ഒരുക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഇപ്പോഴും അത്യാവശ്യം ഭംഗിയായി വളരെ എഫക്റ്റീവായി 1200 ഏജന്റുമാരുമായിട്ട് ലേബറിൻ്റെ ഇപ്പോഴും ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ബിസിനസ് തളരുന്നുണ്ടോ, അതിലെവിടെയാണ് പ്രതിസന്ധി വരുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഏത് സമയത്ത് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുള്ളതിൻ്റെ തയ്യാറെടുപ്പിലും വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോവുകയാണ്. അതിന്റെ കൃത്യസമയമാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പൂർണ്ണമായിട്ടും. അല്ല, പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഓരോ ബിസിനസ് വന്ന് അതിന്റെ ഒരു പീക്ക് ലെവലെത്തി ഇനി എന്താ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ടെൻഷൻ, വറീസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് നമ്മൾ ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നിട്ട് ലേബറിന്റെ MD ആയ ആളല്ലോ ഞാൻ ഈ കൂടെ വളർന്നയാളാ. ഇതിന്റെ ഓരോ പ്രതിസന്ധികളും ഓരോ വെല്ലുവിളികളെയും എത്രയോ വെല്ലുവിളികളും പ്രതിസന്ധികളെയും അതിജീവിച്ച ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് ഷട്ടറൊന്നും ഇട്ടും പോവില്ല. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള സ്ട്രാറ്റജികളും അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിവിഷനുണ്ട്, നമ്മുടെ എഡിറ്റോറിയൽ ടീമിനുണ്ട്. അതിപ്പോഴും പ്രതിസന്ധി ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പരസ്യമില്ലാത്ത ഒരു ചാനലും നടത്തി വിൽപ്പനയില്ലാത്ത ലേബറിന്റെയും നടത്തി ഞാൻ ഈ പറഞ്ഞാട്ടിൽ ഇങ്ങനെ ഇരിക്കും. അല്ല, ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ആണെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ സമയം കളയില്ലല്ലോ. ഈ സാറ് ഈ സഫാരി എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഈ പരസ്യമില്ലാത്ത ചാനൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നാട്ടുകാരാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ടും പരസ്യങ്ങൾ കൊണ്ടായതുകൊണ്ട് തന്നെ ഈ ചാനൽ അധികകാലം ഓടില്ല. ഇത് ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യിലിരിക്കുന്ന പൈസ അങ്ങ് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് നിന്ന് പോകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിഭീകരമായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ച ഒരു ചാനലായിരുന്നു സഫാരി. ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ള ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഇത് നമുക്കൊരു എക്സ്പെരിമെന്റൽ മോഡൽ നടത്തി നോക്കാമെന്നുള്ള ചിന്തയായിരുന്നു. ഈ അഭിപ്രായം പറഞ്ഞതൊക്കെ ആരാ? ചിന്തിച്ചു നോക്കിയേ. സാധാരണക്കാരാണ്. അവര് തന്നെ ആയിരിക്കും ചോദിച്ചാൽ അപ്പനുണ്ടാക്കി വെച്ച കാശും കൊണ്ടാണ് സഞ്ചാരം നടത്തുന്നതെന്ന് പറഞ്ഞതും. ഈ സഫാരി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കാരണവന്മാരുണ്ടാക്കി കാശ് തരുമ്പോൾ ചാനൽ നിൽക്കുന്നു പറഞ്ഞവരൊക്കെയാ. അതൊന്നും അല്ലാന്ന് ഇപ്പൊ കാലം തെളിയിച്ചില്ലേ? അത് ശരിയാണ്. അപ്പം നിങ്ങൾ ഒരു സംരംഭമോ ഒരു വ്യക്തിയോ പോലും ജീവിതത്തിൽ വിജയമാകുന്നുണ്ടെങ്കിൽ അതെല്ലാം ലോട്ടറി അടിക്കുമ്പോൾ സംഭവിക്കുന്നതല്ല. അതിൻ്റെ പിന്നിൽ അത്യധ്വാനമുണ്ട്, പ്ലാനിങ് ഉണ്ട്. ഈ നമ്മുടെ ഇപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോഴാവട്ടെ, മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴാവട്ടെ, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴാവട്ടെ, എത്രയോ കോർപ്പറേറ്റ് ലെവലിലുള്ള ഇവൻറ്റുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു. അത് നമ്മൾ ഇവിടെ മാത്രമല്ല, മറ്റു വമ്പൻ പ്രസ്ഥാനങ്ങൾ ക്ഷണിക്കുന്ന പരിപാടികളിൽ നമ്മൾ പോകുന്നു. എത്രയോ തരത്തിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. എത്രയോ വിഷണറികളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. ലോകപ്രശസ്തരായ എത്രയോ ആളുകളുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നു. ഒരു സാധാരണക്കാരന് കിട്ടുന്ന പ്രിവിലേജ് അല്ല നമുക്ക് വന്നിട്ട്. ഇതിലൂടെ ഒന്നും നമ്മൾ രൂപപ്പെടുന്നില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ നമുക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ, നമ്മളിലുണ്ടാക്കുന്ന ആശയങ്ങൾ, നമ്മളിലുണ്ടാക്കുന്ന ചിന്തകളൊക്കെ വ്യത്യസ്തമല്ലേ? അപ്പോൾ ഒരു അതിസാധാരണക്കാരൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിനെല്ലാം നമ്മളുടേതായ സൊല്യൂഷൻസ് കാണാൻ നമ്മൾ ഇതിൽ ഇറങ്ങില്ല. ഇറങ്ങിയാൽ അത് വിജയിപ്പിച്ചിട്ടേ തിരിച്ച് കയറും. അത് പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ മരങ്ങാട്ടുള്ളിൽ തന്നെ ഇരുന്ന് ഈ 3-4 പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇരുന്ന് നടത്തുന്നത്. നിങ്ങൾ 1.5 മണിക്കൂർ മിനിമം ഓടിയിട്ടുണ്ടാവും ഇവിടെ വരാൻ, അല്ലേ? ഈ ഇവിടെ നിന്ന് 4.5 മണിക്കൂർ ഓടിയിട്ട് വേണം എനിക്ക് തിരുവനന്തപുരത്ത് പ്ലാനിംഗ് ബോർഡിന്റെ മീറ്റിംഗ് പങ്കെടുക്കാൻ. അപ്പോൾ തിരുവനന്തപുരത്തും കാസർഗോഡും ഉള്ളവരൊക്കെ എന്നെ പരിപാടിക്ക് ക്ഷണിക്കുക. അവിടെ കോളേജിലെ മറ്റേ പരിപാടി, മറ്റേ ഇവന്റിന്റെ ഉദ്ഘാടനം, ദിവസം ഒരു 10-12 ഇൻവിറ്റേഷൻ എനിക്ക് വരുന്നത്. ഇവർക്കറിയില്ല ഞാൻ ഇവിടുന്ന് ഒരു 8-9 മണിക്കൂർ ഓടി വേണം അവിടെ ചെല്ലാൻ, ഈ വഴിയില്ലാത്ത വഴികളിലൂടെ. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് 8 മണിക്കൂർ ഓടണം. എന്തിനാ 1/2 മണിക്കൂർ അവിടെ പ്രസംഗിക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒരു ദിവസത്തിന്റെ അതിന്റെ ഒരു കോസ്റ്റ് എത്ര വരും? അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നില്ല. ഇല്ല, ഞാൻ സമയം കളയുന്നതിൽ ഒട്ടും സന്തോഷം കണ്ടെത്തുന്ന ആളല്ല. പ്രയോജനമുള്ള ഒരു കാര്യത്തിനായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഞാൻ പോയി 50 പേരോട് 1/2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഈ 8-8 16 മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്നത് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. അതേ സ്ഥാനം ഞാൻ ഇവിടെ ഇരുന്നിട്ട് 1/2 മണിക്കൂർ എൻ്റെ ചാനലിൽ എനിക്ക് ആ പറയാനുള്ള കാര്യം പറഞ്ഞാൽ മിനിമം ഒരു കേരളത്തിലെ 75 ലക്ഷം വീട്ടിൽ സഫാരി ചെല്ലുന്നുണ്ട് കേബിളിലൂടെ, ഇല്ലേ? പിന്നെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പിന്നെ പുറകെ ചെല്ലുന്നുണ്ട്. ഇത്ര ആളുകളിലേക്ക് എത്തുന്ന ഒരു സാധനത്തിന് 50 പേർക്ക് വേണ്ടി ഞാൻ 16 മണിക്കൂർ കളയുന്നത് ബുദ്ധിയാണോ?
അത് ശരിയാണ്. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയല്ലേ, 50 പേർക്കല്ലേ അതിന്റെ ഗുണം ഉണ്ടാവുന്നുള്ളൂ. ആ 50 പേർക്കോ 100 പേർക്കോ 200 പേർക്ക് വേണ്ടി അങ്ങനെ സമയം കളയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല വേണ്ടത്. ഈ നേരിട്ട് കണ്ടുകൊണ്ട് എന്താ ഗുണം ഉണ്ടാകുന്നത് കൂടുതൽ? അത് ശരിയാണ്. ആളുകൾക്കൊരു സെലിബ്രിറ്റിയെ കണ്ടു വീണയെ നേരിട്ട് കണ്ടിട്ടാണോ ഇത്രയും നാൾ ആളുകൾ വീണയുടെ അഭിമുഖങ്ങൾ കേട്ടതൊക്കെ? ഒരിക്കലല്ല. അല്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ അഭിമുഖേ കാണുന്നു വരില്ല. അത്ര വേണ്ടി തമാശ പറഞ്ഞ കേട്ടോ. ഇനി ഞാൻ വീണ്ടും പക്ഷെ ആ സഫാരി ചാനലിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ആ സമയത്ത് സാറിന്റെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? ഒരു ചാനൽ എന്ന് പറയുന്നത്, അതും ഒരു സാറ്റലൈറ്റ് ചാനൽ, ഒരു എളുപ്പപ്പണി അല്ലല്ലോ. ഇപ്പൊ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ശരി, നമുക്ക് ഇന്ന് രാവിലെ നമുക്കൊരു തോന്നലുണ്ടായി ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ചാനൽ അപ്പ് ചെയ്യാം. അതുപോലെ അല്ലല്ലോ ഒരു സാറ്റലൈറ്റ് ചാനൽ. അപ്പൊ എന്തായിരുന്നു അതിന്റെ പുറകിലുണ്ടായ ഒരു കോൺഫിഡൻസ്? ഇതിന്റെ കാര്യം കോൺഫിഡൻസ് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ പഠിച്ചത് ഈ ഇൻഡസ്ട്രിയാണ്. ഞാൻ ടെലിവിഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസമാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അന്നു മുതൽ, അല്ലെങ്കിൽ ഞാനൊരു ഹൈസ്കൂൾ പഠിച്ച് കഴിയുന്നിടം മുതൽ എൻ്റെ സ്വപ്നം ടെലിവിഷനാണ്. അന്നു മുതൽ ഞാൻ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നതല്ല ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ദൂരദർശന് വേണ്ടി പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഏഷ്യാനെറ്റ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഓരോ ചാനലിലെ പ്രധാന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ എത്ര വർഷത്തെ അനുഭവമാണ്. അതിലൂടെ ഞാൻ മനസ്സിലാക്കുകയാണ് ഇവർ ഈ ചെയ്യുന്ന ഇതല്ല വേണ്ട, ഇങ്ങനെ ഒരു സാധനം ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്ന പരിപാടിക്ക് വരെ ഇങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ കോസ്റ്റ് നമുക്ക് ഇങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം, അപ്പീലിംഗ് ആയ പരിപാടി കൊണ്ടുവരികയും ചെയ്യാം. ഇപ്പം ചരിത്രമിലൂടെ എന്ന് പറഞ്ഞൊരു പരിപാടി, അങ്ങനെ ഒരു പരിപാടി ടെലിവിഷനിൽ അതിനു മുമ്പില്ല. ഒരാളിങ്ങനെ വന്നിരുന്നിട്ട് 10-60 എപ്പിസോഡായിട്ട് അവരുടെ ജീവിതം ഒരു അഭിമുഖകാരം പോലും ഇല്ലാതെ ക്യാമറയുടെ നോക്കി ഇങ്ങനെ പറയുന്ന സാധനം അത് ഹിറ്റായി മാറിയില്ലേ? അതിന്റെ കോസ്റ്റ് എത്രയാ? ആ വരുന്നയാൾക്ക് കൊടുക്കുന്ന ചായ അല്ലേ? ഇനി വണ്ടിക്കൂലി വേണ്ടവരാണെങ്കിൽ അതുകൂടെ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയായിട്ട് ടെലിവിഷൻ ചാനൽ ഓടിക്കാൻ മേലേ? അരമണിക്കൂർ പ്രോഗ്രാം ഒരു ദിവസം അങ്ങ് മാറിയില്ലേ? ഇതേ സാധനം ഒരു റിയാലിറ്റി ഷോ നടത്തിയ ഒരു ചാനൽ അരമണിക്കൂർ പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ ഒരു ദിവസം മുടക്കണം? കോടിക്കണക്കിന് രൂപ വേണം. അപ്പൊ ഈ കോടിയുടെ ലാഭമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ടെക്നോളജി അറിയുമെങ്കിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പണി അറിയാമെങ്കിൽ നിങ്ങളെ ആരും തോപ്പിക്കുകയില്ല. നിങ്ങൾക്ക് പണി അറിയണം. പണി അറിയാവുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതിലും ഇറങ്ങിക്കോ. ചിലര് ഗൾഫിൽ കാശ് ഉണ്ടാക്കിയ കാശുമായിട്ട് ഇവിടെ വന്ന് ചായക്കട തുടങ്ങും. പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആ പണി അറിയില്ല, അതിന്റെ മർമ്മം അറിയില്ല. എന്നാൽ തൊട്ടപ്പുറം വേറൊരുത്തൻ അതേപോലെ ചായക്കട നടത്തി, അവനറിയാം ഇതിൽ ലാഭം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന്, എങ്ങനെയാണ് കസ്റ്റമറെ കയറ്റേണ്ടതെന്ന്, എങ്ങനെയാണ് കസ്റ്റമർ സംതൃപ്തനാണോ എന്ന് അറിയുന്നതെന്ന്, എങ്ങനെയാണ് പണിക്കാരെ മാനേജ് ചെയ്യേണ്ടതെന്ന്, ഏറ്റവും മിനിമം സ്റ്റാഫിനെ വെച്ച് എങ്ങനെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാമെന്ന് അവനറിയാം. അതല്ലാതെ അപ്പോൾ ഇവൻ വിജയിച്ച് കണ്ടിട്ട് വേറൊരുത്തം വന്ന് തുടങ്ങുന്നതല്ല. പല ഇൻഡസ്ട്രികളും വരുന്നത് വേറൊരുത്തൻ്റെ ഗ്ലാമർ കണ്ടിട്ട് വന്നിറങ്ങിയിട്ട് പൊട്ടിപ്പോകുന്നത് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് കിടന്ന് വേർത്ത് ക്യാമറാമാൻ്റെ ജോലി മുതൽ പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി മുതൽ ചായ കൊടുക്കുന്നതിൻ്റെ ജോലി വരെ ചെയ്താണ് ഞാൻ ഈ സഞ്ചാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ദൂരദർശന് വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും കേരള വിശേഷം പോലെ, അല്ലെങ്കിൽ സമയം പോലെ, അല്ലെങ്കിൽ ആചാര്യ പോലെ, അല്ലെങ്കിൽ മാലുവിൻ്റെ ലോകം പോലെ, അല്ലെങ്കിൽ കൃഷ്ണഗാഥ പോലെ നിരവധി ടെലിവിഷൻ പരിപാടികൾ ദൂരദർശന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിതിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സ് എല്ലാം അറിയാം. ഒരു ക്യാമറാമാൻ്റെ ബാറ്റ എത്രയാണ്, ക്യാമറ അസിസ്റ്റൻറ്റിൻ്റെ ബാറ്റ എത്രയാണ്, ക്യാമറയുടെ വെയിറ്റ് എത്രയാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ടേപ്പ് ഏതാണ്, അന്നക്കാലത്ത് ഈ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ടെലിവിഷൻ ഇൻഡസ്ട്രി പുറത്തുനിന്ന് കണ്ടിട്ട് അന്തം വിട്ട് കയറി വന്ന ഒരാളല്ല ഞാൻ. അതിനകത്ത് ഒരു 93 മുതൽ 97 സഞ്ചാരം തുടങ്ങുന്നത്. 93 മുതൽ ഞാൻ ടെലിവിഷനിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് അറിയാം ഇൻ ആൻഡ് ഔട്ട്സ് എല്ലാം. ഇതിൽ എവിടെയാണ് കാശ് വരുന്നത്, എവിടെയാണ് കാശ് പോകുന്നത് എനിക്കറിയാം. അതായിരുന്നു ആത്മവിശ്വാസം. ആണ്. പക്ഷെ അപ്പോഴും ഈ സഫാരി എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി അത് ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിഭീകരമായ വമ്പൻ പരസ്യ കമ്പനികൾ നമ്മളെ സമീപിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ എമൗണ്ടുകളൊന്നും വേണ്ട എന്ന് വെക്കാൻ നമ്മൾക്കൊരു ഡബിൾ മൈൻഡ് ആവില്ലേ? ഇത് പരസ്യം എടുക്കണോ അതോ കളയണോ, വേണ്ടെന്ന് പറയണോ? അപ്പോഴൊക്കെ സ്ട്രോങ് ആയിട്ട് നോ പറയാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പരസ്യ കമ്പനികളുടെ പരസ്യ രീതി നിങ്ങൾക്ക് സാധാരണ ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വീണ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഓരോ പ്രോഗ്രാമിനെ ബ്രാൻഡ് ചെയ്യൽ മുതൽ നിരവധി ഇടപാടുകളുണ്ട്. ഇത് പലതും ആ പ്രോഗ്രാമിൻ്റെ ക്യാരക്ടർ തന്നെ കളയുന്ന പരിപാടികളാണ് പലതും. എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഒരു പരിപാടി ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം പരസ്യം കയറി വന്നാൽ നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കാൻ കഴിയുമോ? തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോഴുള്ള വ്യത്യാസവും ടി വി കാണുന്നുള്ള വ്യത്യാസം അതല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഒരു ബ്രേക്ക് കൊടുക്കും. എൻ്റെ എല്ലാ പരിപാടിയുടെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ട്, ഒരൊറ്റ ബ്രേക്കേ ഉള്ളൂ. ആ ബ്രേക്കിൽ നമ്മൾ നമ്മുടെ പ്രോഡക്ട്സ് പറയും. സഫാരിയുടെ പ്രോഡക്ട്സിനൊക്കെയാണ് അത് ഞങ്ങളുടെ വരുമാനമാണ്, അതുകൊണ്ടാണ് ഈ ചാനൽ ഓടുന്നത്. സാറിന് ഒരു ഫൈനാൻഷ്യൽ ഒരു രീതികൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാമോ? അതായത്
ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കണം. എനിക്ക് പൈസ ഇല്ലെന്നോ പൈസ വേണ്ടെന്നോ അതിനർത്ഥമില്ല. എൻ്റെ ബിസിനസ്സുകളെല്ലാം അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ മിതമായ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ മിതമായ ലാഭം മതി എനിക്ക്. ആ മിതമായ ലാഭം ഉണ്ട് എനിക്ക്. സഫാരി ചാനലിൻ്റെയും ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ലാഭത്തിലാണ്. അതെ, അതിനകത്ത് നഷ്ടത്തിലല്ല ഓടുന്നത്, ലാഭത്തിൽ ഓടുന്നു. അതിലൂടെ എനിക്ക് കിട്ടാവുന്ന പ്രിവിലേജസ് എല്ലാം കിട്ടുന്നു. എൻ്റെ കുടുംബം ആ പ്രിവിലേജസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ആ പ്രിവിലേജ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിലപ്പുറം ഇപ്പോൾ 500 കോടി പരസ്യ വരുമാനം ഈ വർഷം ഉണ്ടാക്കിയേക്കാം, അടുത്ത വർഷം അതാ 750 ആക്കിയേക്കാം. എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ഇല്ലാത്തത് എന്ത്? ഇപ്പം അതൊരു കുറ്റമാണെങ്കിൽ ശരി, ആ കുറ്റം ഞാൻ ചെയ്തിരിക്കുന്നു, ശിക്ഷ വിധിച്ചോളൂ. അല്ല എന്നാലും നമ്മുടെ കയ്യിലുള്ള പൈസ ഒരു കാര്യം ചെയ്യേ, എന്താ വീണയ്ക്ക് വേണ്ട പറ, ഞാൻ നാളെ പോലെ പരസ്യം എടുത്തു തുടങ്ങണം, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് വേണം ആളുകൾ എല്ലാവരും കൂടെ എന്നെ നെഞ്ചത്ത് കയറി പൊങ്കാൽ. അല്ല ഇത് കുറെ നേരമായിട്ട് ഇത് തന്നെ പറയുന്നത്. ഞാൻ അറിയാനുള്ളൊരു സംശയം കൊണ്ട് ഒരു കാര്യം കൂടെ, എങ്ങനെയാണ് ഫൈനാൻസുകൾ മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ എല്ലാവരും ഇപ്പൊ സാർ തന്നെ ആദ്യം പറഞ്ഞു മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ആളുകൾ പറയാറുണ്ടല്ലോ. സാറിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയും, ഇതിൽ എന്തിലാണ് സാറ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതോ ആയ ഒരു ഫൈനാൻഷ്യൽ മെത്തേഡ് എന്താണ്? ഞാൻ ഫൈനാൻഷ്യൽ മെത്തേഡ് എന്നുള്ളതല്ല, ഇപ്പോൾ നമ്മളുടെ സ്ഥാപനങ്ങളൊക്കെ ഒരു എമർജൻസി, ഒരു ക്രൈസിസ് വന്നാൽ അതിനെ അതിജീവിക്കുമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ സഫാരിയിൽ ഇപ്പോൾ വരുന്ന വരുമാനം പെട്ടെന്ന് ഒരു കുറേ കാലത്തേക്ക് നിന്ന് പോകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് കാലം വന്നു, ലേബറിൻ്റെ മാസിക പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ പോയ, സ്കൂളുകൾ അടഞ്ഞു കിടന്ന കാലം. ഞങ്ങൾ ഒരു പൈസ ആരുടെയും സാലറി പോലും കട്ട് ചെയ്യാതെ ആ പൂട്ടിക്കിടന്ന സമയത്ത് വരെ കംപ്ലീറ്റ് സാലറിയും കൊടുത്ത് ഫുള്ളി ഓപ്പറേഷനിലായിരുന്ന പ്രസ്ഥാനമാണ്, വിൽപ്പന പോലും ഇല്ലാതെ. അത് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുണ്ടായ കാര്യമാണ്.